ദേവാമൃതം. ദേവാമൃതത്തിൽ ഇനി ജ്യോതിഷ പങ്ക്തി. ദേവാമൃതം. ഇന്ന് 1192 ആണ്ട് കർക്കടക മാസം 10-ാം തീയതി, അതായത് 2017 ജൂലൈ മാസം 26-ാം തീയതി. ഇന്ന് ബുധനാഴ്ചയാണ്, നക്ഷത്രം പൂരമാണ്. അപ്പോൾ അതുപോലെ ജ്യോതിഷ പങ്ക്തിയിൽ നമ്മളോടൊപ്പം ഉള്ളത് സർ ഡോക്ടർ കുടമാളൂർ ശർമാജിയാണ്. നമുക്കൊക്കെ ജ്യോതിഷപരമായ മാർഗനിർദ്ദേശങ്ങളും ഗുരു ഉപദേശവും ഒക്കെ ലഭിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ ശർമാജി നമ്മളോടൊപ്പം ഉണ്ട്. അദ്ദേഹത്തെ വളരെ സ്നേഹാദരങ്ങളോടെ നമുക്ക് ജ്യോതിഷപരമായ മാർഗനിർദ്ദേശങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നതിനും ഒപ്പം ഒരുപാട് കാര്യങ്ങൾ ഗുരുമുഖത്ത് നിന്നും കേൾക്കുന്നതിനും ഒക്കെ സ്വാഗതം ചെയ്യാം. നമസ്കാരം ശർമാജി. നമസ്കാരം. ഇന്നത്തെ കത്തിലേക്ക് പോകാം. കൊച്ചിയിൽ നിന്നാണ് കത്ത്. ജിനീഷും രേഷ്മയും ചേർന്നാണ് എഴുതുന്നത്. ജാതി വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നതിനാൽ രണ്ടുപേരുടെയും വീട്ടുകാർ വിവാഹത്തെ എതിർത്തു. സുഹൃത്തുക്കളുടെ സഹായത്തോടെ വിവാഹം രജിസ്റ്റർ ചെയ്താണ് ഇരുവരും ഇപ്പോൾ ജീവിക്കുന്നത്. എന്നാൽ വിവാഹം കഴിഞ്ഞതോടെ ജീവിതം കൂടുതൽ കുഴപ്പത്തിലായി. ജനീഷിന്റെ ജോലി നഷ്ടപ്പെട്ടു. ഇപ്പോൾ വീട്ടിൽ വെറുതെ ഇരിപ്പാണ്. എന്താണ് ദുരിതങ്ങൾക്ക് കാരണം? വീട്ടുകാരുടെ ശാപമാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ജ്യോതിശാസ്ത്രപരമായി ചിന്തിക്കുമ്പോൾ നക്ഷത്രപ്രകാരം നാൾപ്പൊരുത്തം നോക്കുമ്പോൾ, ഗ്രഹനിലപ്രകാരം വിശകലനം ചെയ്യുമ്പോൾ, പുണർതം നക്ഷത്രം ദേവഗണവും പുണർതം പൂയം ആയില്യ നക്ഷത്രം അസുരഗണവുമാണ്. പുരാതന കാലം മുതൽ തന്നെ പൂർവികന്മാർ പറഞ്ഞു കേൾക്കുന്നതില്ലേ ദേവനും അസുരനും എന്ന് പറഞ്ഞാൽ രണ്ട് ഭിന്നാഭിപ്രായങ്ങൾ എന്നർത്ഥം. അഭിപ്രായങ്ങളുടെ ഉടമകളായിരിക്കും ഈ നക്ഷത്രത്തിൽപ്പെട്ടത്. അതായത് ഒന്ന് അസുരഗണമാണെങ്കിൽ അസുരത്വം ആയിരിക്കും ആയില്യം നക്ഷത്രത്തിന്. പുണർതം ദേവഗണമായതുകൊണ്ട് ദേവത്വമായിരിക്കും അവരുടെ ചിന്താഗതികളും എല്ലാം. പിന്നെ എങ്ങനെ പരസ്പരം കണ്ടുമുട്ടി സ്നേഹിച്ചു, പ്രണയിച്ചു, വിവാഹം കഴിച്ചു, അത് ഓരോ മുജ്ജന്മ വിധികളായിരിക്കും. ഒന്നാമത്തെ പുണർതം നക്ഷത്രം സ്ത്രീ, അസുരഗണം പുണർതം പൂയം ആയില്യം മൂന്നാമത്തെ നാൾ എപ്പോഴും ഭിന്നാഭിപ്രായങ്ങളുണ്ടാകുകയും ഇടവിട്ട് അഭിപ്രായ വികേന്ദ്രങ്ങളുണ്ടാകുകയും തെറ്റിദ്ധാരണകളും പരസ്പരം പരിചാരുകയും ഒന്നൊന്നിനോട് ദേഷ്യപ്പെടുകയും ഒരുമിച്ച് ഒരേ ചിന്താഗതിയിലേക്ക് വരാതിരിക്കുകയും ചെയ്യുന്ന നക്ഷത്രങ്ങളാണ് പുണർതവും ആയില്യവും. തങ്ങളിൽ പ്രത്യേകിച്ച് ദേവ അസുര യുദ്ധം, അതായത് സംഘടനമാണ് എപ്പോഴും ഉള്ളത്. ആ നാളുകൾ തങ്ങളിൽ അഭിപ്രായ വ്യത്യാസം വരുമ്പോൾ അത് സംഘടനത്തിലേക്ക് മാറുന്നു, സംഘടനം വൈരുദ്ധ്യത്തിലേക്ക് മാറുന്നു. അത് ജീവിതത്തിൻ്റെ ഐശ്വര്യം കെടുത്തിക്കളയും. ഇത് ദമ്പതികളുടെ ആവുമ്പോൾ ഈ നക്ഷത്രത്തിന് അഭിപ്രായ സമന്വയം വേണ്ടതാണ്. അതുകൊണ്ടാണ് നാൾപ്പൊരുത്തം നോക്കുന്നത്. ഒരേ ഗണമാണെങ്കിൽ അതിന് ഗുണം 10 എന്ന് പറഞ്ഞാൽ സമ്പത്ത് തന്നെ വരണമെന്നല്ല. ഒരേ അഭിപ്രായത്തിൽ ഒരു നേരത്തെ ആഹാരമേ കഴിച്ചുള്ളൂവെങ്കിലും ഏക അഭിപ്രായത്തിൽ മുന്നോട്ട് ജീവിച്ചു പോകുവാൻ സാധിക്കുന്നതാണ് ഒരേ ഗണം. ഇല്ലെങ്കിൽ തന്നെ മനുഷ്യഗണവും തങ്ങളിലും ദേവഗണം തങ്ങളിലും അസുരഗണം തങ്ങളിലും ഏക നക്ഷത്രം തങ്ങളിൽ പോയാൽ അതും അതിവിശേഷം തന്നെ. പിന്നെയുള്ളത് ദേവനും അസുരനുമാകരുത് എന്നുള്ളതാണ് അതിപ്രധാനം. അസുരഗണത്തിലെ പുരുഷനും മനുഷ്യഗണത്തിലെ സ്ത്രീയും ഏറെക്കുറെ മധ്യമമായിട്ട് സ്വീകരിക്കാം. ഇപ്രകാരമാണെന്നുണ്ടെങ്കിലും അത് അനുസരണാ ബുദ്ധിയോടെയും വകവച്ചും ജീവിതം മുന്നോട്ട് പോകുമെന്നും, ഇല്ലാത്ത പക്ഷം വകവപ്പില്ലാതെ വരികയും വ്യത്യസ്ത സുഖങ്ങളിലേക്ക് നീങ്ങുകയും അതിനുള്ള സാഹചര്യം വരികയും അത് മറ്റു പലരും മുതലെടുക്കുകയും അതിനെ ഭിന്നിപ്പിച്ച് വീണ്ടും പുനർബന്ധങ്ങളിലേക്ക് തിരിഞ്ഞു പോകാനൊക്കെയുള്ള സാധ്യതകളാണ് കൂടുതലും ഈ നാൾ നോക്കാതെയൊക്കെ വരുന്നതുകൊണ്ടും ഗ്രഹനില നോക്കാതെ വരുന്നതുകൊണ്ടും ഒക്കെ. ജാതി, മതം, വർഗം, വർണ്ണം, പ്രായം എന്നിവ തുല്യമായി നോക്കുന്നത് പോലെ തന്നെ നക്ഷത്രപ്പൊരുത്തം കൂടെ നോക്കിയാലും നന്നായിരിക്കും. സ്ത്രീയുടെ നക്ഷത്രം കഴിഞ്ഞ് 15 നക്ഷത്രം കഴിഞ്ഞ് എടുക്കുന്ന നക്ഷത്രത്തിന് ദീർഘപ്പൊരുത്തം എന്നാണ്. എന്തെല്ലാം വൈരുദ്ധ്യങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടെങ്കിലും ദീർഘകാലം ജീവിക്കും എന്നുള്ളതിൻ്റെ അടയാളം ദീർഘപ്പൊരുത്തത്തെയും ഏക അഭിപ്രായത്തോടെ പോകും എന്ന ഗണപ്പൊരുത്തവും, അതുപോലെ രാശ്യാധിപപ്പൊരുത്തം, 2 രാശികളുടെയും അധിപന്മാർ തങ്ങളിൽ മിത്രങ്ങളോ കൂട്ടുകാരോ ഒരേ ഗ്രഹങ്ങളോ ആണെങ്കിൽ അവരുടെ സന്താന പരമ്പരകൾ അഭിവൃദ്ധിയിലേക്ക് വരുമെന്നും അടിക്കടി മേൽഗതിയിലേക്ക് വരുമെന്നും അധ്വാനത്തിനേക്കാൾ ഉപരി ഈശ്വര അനുഗ്രഹത്താൽ അവർക്ക് സമ്പത്തും ഐശ്വര്യങ്ങളും നാൾക്കുനാൾ വർദ്ധിച്ചു വരുമെന്നും രാശ്യാധിപപ്പൊരുത്തം പറയുന്നു. ഇവരുടെ 2 പേരുടെയും ദേവാസുരനുമാണ് മുന്നാളുമായതുകൊണ്ടാണ്. ഇത് ശാപമാണോ എന്ന് ചോദിച്ചാൽ മാതാപിതാക്കളെ വേദനിപ്പിക്കുന്നതിൻ്റെ ഒരു ഫലം കണിശമായിട്ടും ഉണ്ടാവും. വിവാഹം കഴിച്ചതിനോടുള്ള എതിരോ അല്ലെങ്കിൽ
വിവാഹ ജീവിതം താറുമാറാകുമെന്നോ ഇതിനകത്ത് പ്രവചിക്കാൻ നിവൃത്തിയില്ല. ഏക അഭിപ്രായത്തോടെ ദൃഢമായി ചിന്തിച്ച് മുന്നോട്ട് എങ്ങനെ കണ്ടുമുട്ടി കേട്ട് പ്രതിജ്ഞയെടുത്ത് വിവാഹം കഴിച്ചോ അതുപോലെ പോകാൻ തയ്യാറെടുപ്പാണെങ്കിൽ കുറച്ച് ക്ലേശാനുഭവങ്ങൾ കുറച്ച് കാലം കൂടി ഉണ്ട്. അത് കഴിഞ്ഞാൽ ഒന്നിച്ചു പോകാൻ സാധിക്കും. അത് എത്ര കാലം? ഏറെക്കുറെ ഒരു 3 വർഷവും കൂടെ ഈ 2 രാശിക്കാർക്ക് ഉണ്ടാവും. കാരണം പുണർതം മിഥുനക്കൂറുകാർക്ക് 7-ൽ ശനി നിൽക്കുന്ന കാലം. 7-ലെ ശനി എന്ന് പറയുമ്പോൾ ദാമ്പത്യ സ്ഥാനത്ത് ശനി. കലഹം, വിരഹം, വൈരം, യുദ്ധം, മൃതി, ക്ലേശം എന്നാണ് അതിൻ്റെ ഫലം. കർക്കിടക രാശിക്കാർക്ക് അത്ര കുഴപ്പം ഇല്ല എങ്കിലും അടുത്ത 1-2 വർഷത്തേക്കിന് വ്യാഴസ്ഥിതി അനുകൂലാവസ്ഥയിലേക്കല്ല. വിരഹ കലഹാദികൾ എപ്പോഴും ഏത് നിമിഷവും ഉറ്റവരും ഉടയവരുമായി ഉണ്ടാവുന്ന കാലമാണ്. പുണർതം, പൂയം, ആയില്യം നക്ഷത്രക്കാർക്ക്, പ്രത്യേകിച്ച് കർക്കിടകക്കൂറുകാർക്ക് അടുത്ത 1-2 വർഷവും കൂടിയുണ്ട്. അതിൽ 2018 സെപ്റ്റംബർ വരെ. വരുന്ന 2017 സെപ്റ്റംബർ പകുതി കഴിഞ്ഞാൽ കാഠിന്യങ്ങളുമാകും എങ്കിലും ഏതാനും 1 വർഷം കൂടി അതിൻ്റെ പരിണതഫലം. ഏതായിരുന്നാലും ശാപം ഏറ്റുവാങ്ങി ഇതിനെ ശാപത്തിന് പ്രായശ്ചിത്തം ചെയ്യുക. ശാപമോക്ഷത്തിന് അവർ മാതാപിതാക്കളോട് തന്നെ ചെന്ന് പറയുക, അബദ്ധം പറ്റിപ്പോയി, വീണ്ടും അനുഗ്രഹിക്കണം എന്നൊക്കെ പറയുക. ഒന്നിച്ചൊരുമിച്ച് പോകാൻ ഏക അഭിപ്രായത്തോടെ ഇറങ്ങിത്തിരിക്കുക. വ്യാഴാഴ്ചയും ശനിയാഴ്ചയും അവനവൻ്റെ മത ആചാരപ്രകാരമുള്ള നൊയമ്പുകൾ അനുഷ്ഠിക്കുക, പുണ്യകർമാനുഷ്ഠാനങ്ങൾ ചെയ്യുക, എടുത്ത ദിളപ്രതിജ്ഞയനുസരിച്ച് മുന്നോട്ട് പോകുക. ദൂഷ്യഫലങ്ങൾ 2 കൊല്ലം കൂടിയുണ്ട്. ശേഷം നല്ലതായിരിക്കും. നിങ്ങൾക്ക് ഏക അഭിപ്രായത്തോടെ പോകാൻ സാധിക്കുന്നതുമാണ്. ജ്യോതിഷ പങ്ക്തിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. ജ്യോതിഷപരമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ സർ ഡോക്ടർ കുടമാളൂർ ശർമാജിയിൽ നിന്ന് അറിയുവാൻ താല്പര്യപ്പെടുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പ്രശ്നപരിഹാരങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ്.